ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നസീസ്വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി അവിൽ മിൽക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ അവിൽ മിൽക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് അവിലിട്ടിട്ട്, ഞാനിവിടെ ഒരു കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് ക്രിസ്പി ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് റോസ്റ്റായി കിട്ടും. ഒരു ബൗളിലോട്ട് ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തരുത്. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ആ പഞ്ചസാരയും കട്ട് ചെയ്ത് വെച്ച പഴം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒരിക്കലും നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. നന്നായി പഴുത്ത പഴമായിരിക്കണം. അപ്പോൾ ഫോർക്ക് വെച്ച് ഉടക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു വരും. നന്നായിട്ട് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏതിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് ഇത് ആഡ് ചെയ്യാം. അതിലോട്ട് ആദ്യം ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ പഴം ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് അവിൽ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് പഴം ആഡ് ചെയ്തിട്ട്, നിങ്ങൾക്ക് പഴം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ പഴം ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് മുകളിൽ അവിലിടുക. അതിന് മുകളിലായിട്ട് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കടല ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടുകടലയാണ് ഇട്ടത്. നിങ്ങളതിൽ കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ നട്ട്സായിട്ട് എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നട്ട്സ് ഉണ്ടാകുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അതിങ്ങനെ കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് പഴത്തിൻ്റെ മിക്സ് ആഡ് ചെയ്യാം. ലെയറായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പം കുറച്ച് പഴം, കുറച്ച് അവിൽ, അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അവിൽ മിൽക്കാണിത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ എല്ലാവരുടെ വീട്ടിലും അവിലൊക്കെ ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അവിൽ മിൽക്കാണിത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്ത പാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എത്രയാണോ പാൽ വേണ്ടത് അത് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് വെച്ചത്. നിങ്ങൾ ഐസ്ക്രീം വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇവിടെ വെച്ചത് വിപ്പിംഗ് ക്രീമാണ്.
നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു വിപ്പിംഗ് ക്രീം വെച്ചപ്പോൾ. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമാണ് ഉള്ളതെങ്കിൽ ഐസ്ക്രീം വെക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ ഇത് ഓപ്ഷനിലാണ്, ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ട്സോ ചെറീസോ അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല സൂപ്പർ അവിൽ മിൽക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കിടിലൻ അവിൽ മിൽക്ക് തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.